ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും 8K Tech എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ക്യാമറയെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇത് ഓൾറെഡി നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയ ഒരു ക്യാമറയാണ്. അപ്പോൾ Trueview എന്ന ബ്രാൻഡിൻ്റെ 4G സിം നെറ്റ് ക്യാമറ എന്നുള്ളൊരു പേരിലാണ് ഈ ക്യാമറ വരുന്നത്. അതായത് സിം ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു CCTV ക്യാമറ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ കമ്പനി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ക്രിയേറ്റർക്ക് ഒരുപാട് ഫീച്ചേഴ്സാണ് ആ ഒരു അക്കൗണ്ടിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ഐക്കണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് അടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമെയിൽ ഓർ ഫോൺ നമ്പർ പാസ്വേഡ് എന്ന് ചോദിച്ചിട്ട്. ഇതിപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ലോഗിൻ ചെയ്യാനാണെങ്കിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലൂടെ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ മൊബൈൽ നമ്പർ ചെയ്യാം, ഇമെയിൽ ID കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അടിയിൽ താഴെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ടിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ടിക്ക് എനേബിൾ ചെയ്തതിന് ശേഷം കൺഫേം അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ അല്ലെങ്കിൽ ഇമെയിൽ ID ഏതാണോ അതിലോട്ടൊരു OTP നമ്പർ വരും. ആ OTP നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പാസ്വേഡ് ചോദിക്കും. ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. നിങ്ങളുടെ അക്കൗണ്ടിന് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ, അതായത് ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ അക്കങ്ങളും മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ അടിക്കുക. അത്ര തന്നെ ഉള്ളൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. ശേഷം ബാക്ക് അടിച്ച് വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യാണ്. ഓക്കെ, ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്യാമറയുടെ ഭാഗം കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ ക്യാമറ കണക്റ്റിംഗ് ചെയ്തിട്ട് ഒരു സംഭവം ഇപ്പോൾ കണക്റ്റിംഗ് ആയിട്ട് മാറിയിട്ട് ഓൺലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഓൺലൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വ്യൂ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറ കാണാവുന്നതാണ്, ക്യാമറയുടെ വിഷ്വൽസ് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ള ഓപ്ഷൻസ് മാറിയിട്ട് വന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. അധികം ഓപ്ഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, ആദ്യമേ എടുത്ത് പറയാനുള്ളത്, രാത്രിയിലും കളർഫുള്ളായിട്ട് നമുക്ക് പകൽ കാണുന്ന പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ കാണാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എനേബിൾ ചെയ്യുന്ന ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 3 ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ലൈറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻഫ്രാറെഡ്, അതുപോലെ തന്നെ ഫുൾ കളർ, ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു 3 ഓപ്ഷൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രാത്രി ലൈറ്റിൻ്റെ ആവശ്യമില്ല, വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു ഓപ്ഷൻ ആണെങ്കിൽ ഇൻഫ്രാറെഡ് എനേബിൾ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് രാത്രിയിലും കളർഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഫുൾ കളർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഫുൾ കളർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്യാമറയ്ക്ക് അകത്തു നിന്ന് 4 LED ലൈറ്റ് വരും. അപ്പോൾ രാത്രി ചിലവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും, എന്നാൽ ചിലവർക്ക് അത് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അത് ഈ ഫുൾ കളർ എനേബിൾ ചെയ്യുമ്പോൾ ഇത് ആർട്ടിഫിഷ്യലായിട്ട് കളർ നൽകുന്നതാണ് ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇത് എനേബിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു വെളിച്ചത്തിൻ്റെ സഹായം കൊണ്ടാണ് നമുക്കവിടെ കളർഫുള്ളായിട്ട് കിട്ടുന്നത്. ഇൻ്റലിജൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഓൾ ടൈം കളർ ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു, ലൈറ്റ് കൺട്രോൾ ഓപ്പൺ ആക്കി, ഫുൾ ടൈം കളർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഫുൾ ടൈം കളർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു. ഇനി നമുക്ക് ഇരുട്ടിലോട്ട് ഈ ഒരു ക്യാമറ വെച്ചതിന് ശേഷം എങ്ങനെയാണ് ഇതിൻ്റെ കളർ ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ കളർ ക്യാമറയുടെ കളർ LED ഫ്ലാഷ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഇരുട്ട് വരുമ്പോൾ, അതായത് സെൻസ് ചെയ്തിട്ട് ഇരുട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഈ ലൈറ്റ് കത്തും. അപ്പോൾ ഓട്ടോമാറ്റിക് ഈ ഒരു ക്യാമറയ്ക്ക് വിഷ്വൽ കിട്ടും. അതായത് ഈ ഒരു 4 LED ലൈറ്റ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു 4 LED ലൈറ്റ് ഓട്ടോമാറ്റിക് ലൈറ്റ് ഒരു പ്രകാശം വരുന്നുണ്ട്. നമ്മൾ ഏകദേശം മൊബൈൽ ഫ്ലാഷിൻ്റെ പോലെ തന്നെ
ഓക്കെ, ഇങ്ങനെയാണ് അത് വർക്കാവുന്നത്. ഇനി അതല്ല നമുക്ക് ഡയറക്റ്റ് ഈ ഒരു നൈറ്റ് വിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻഫ്രാറെഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ശേഷം ഞാൻ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇരുട്ട് വരെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക, സാധാരണ നമ്മൾ CCTV ക്യാമറ കാണുന്ന പോലെ തന്നെ. ഇനി നമുക്ക് പിന്നോട്ട് ബാക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ മൈക്രോഫോൺ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് 2-way ഓഡിയോ സിസ്റ്റം. നമുക്ക് ക്യാമറയ്ക്ക് അകത്തും അതുപോലെ തന്നെ ക്യാമറയിൽ നിന്ന് ഇങ്ങോട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇവിടെ താഴെ ഹാങ് അപ്പ് പ്രസ് ടു ടോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. ഹലോ ഹലോ ഹലോ, നിങ്ങൾക്ക് അങ്ങോട്ട് സംസാരിക്കാം. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സംസാരിക്കുന്ന സംഭവം നമുക്ക് ഇങ്ങോട്ട് കേൾക്കാനും പറ്റും. അപ്പോൾ ഹാങ് അപ്പ് ചെയ്യാം. പിന്നെ ശേഷം വരുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് ഈ ഇതിലൊക്കെ കാണാവുന്നതാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ഫോണിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഇത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് റെക്കോർഡാവും. ഓക്കെ, അതുപോലെ തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ഫോട്ടോ ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബാക്ക് അടിച്ച് പിന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ, അതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഗൾഫിലുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റൊരു മെമ്പർക്കോ അത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുക. അവർക്കും ഇതിൽ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഫോണിലും ഇതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ നേരെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഒരു മെയിൻ ഇൻ്റർഫേസിലോട്ട് വരും. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർഫേസിലോട്ട് വരും. ഡിവൈസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ക്യാമറൻ്റെ താഴെയായിട്ട് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ ഷെയർ എന്നുള്ള ഓപ്ഷൻ, ഷെയർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഷെയർ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ക്യാമറയ്ക്ക് ഒരു പ്രൈവസി സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുകൾ ഭാഗത്ത് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഡിലീറ്റ്, എഡിറ്റ്, സ്ക്രീൻ ഷോട്ട്, സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് പാസ്വേഡ്, യൂസർ നെയിം, നിങ്ങളുടെ കൊടുത്തിട്ടുള്ള ഓഫീസിലെ ക്യാമറയാണ്, ആ ക്ലൗഡ് ഐഡിയും അതിൽ കാണിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി പാസ്വേഡ് ഉള്ളിടത്ത് ബ്ലാങ്ക് ആയിട്ടായിരിക്കാനും വരിക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്ലാക്കിലോട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് ഈ ക്യാമറ. എന്നിട്ട് വേണം നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ. അതല്ലാതെ ഇങ്ങനെ ഡയറക്റ്റ് ഷെയർ ചെയ്യുമ്പോഴും ഇവിടെ വേറൊരു പോപ്പപ്പ് ആയിട്ട് ഇവിടെ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് പോപ്പപ്പ് ആയിട്ട് വരും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഷെയർ ചെയ്യാം. അപ്പോൾ ഷെയർ ചെയ്യാൻ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് വേണമെങ്കിൽ വെക്കാം. അതായത് ആ ഷെയർ ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വീഡിയോ പ്രിവ്യൂ ചെയ്യണമെങ്കിൽ അത് ടിക്കറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ പ്ലേ ബാക്ക് മൂപ്പർക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഓരോന്ന് അൺടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ടുള്ള കാര്യം പ്ലീസ് ഇൻപുട്ട് വാലിഡ് ടൈം. അതായത് ആ ഒരു വ്യക്തിക്ക് എത്ര സമയം വരെ അതിൽ കാണാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ടൈം നമുക്ക് കൊടുക്കാം. എത്ര ടൈം വരെ മൂപ്പർക്ക് അത് കണ്ടാൽ മതി, ആ ഒരു വ്യക്തിക്ക് അതിൽ കണ്ടാൽ മതിയുള്ള രീതിയിൽ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടിക്ക് അടിക്കാം. മുകളിൽ കാണുന്ന ടിക്ക് അടിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു QR കോഡ് വരുന്നതാണ്, ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്കിവിടെ താഴെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. വാട്സപ്പോ ഫേസ്ബുക്കോ എന്താണെന്ന് വെച്ചാൽ അതിലൂടെ നമുക്ക് ഈ ഒരു ഫോട്ടോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ മെയിനായിട്ടുള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് വരുന്നത് നമുക്ക് ഈ ഒരു ക്യാമറ പുറത്ത് വെച്ചു എന്ന് വിചാരിക്കുക. നമ്മുടെ ഫോണിൽ ഈ ക്യാമറയുടെ മുന്നിലൂടെ ആരൊക്കെ പാസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. അപ്പോൾ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ നേരത്തെ എടുത്ത പോലെ ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ അലാറം പുഷ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അലാറം പുഷ്
ഇത് ഓൾറെഡി ഡിസേബിൾ ആയിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് എനേബിൾ ചെയ്ത് ഈ അലാറം പുഷ് എനേബിൾ ചെയ്യുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറയുടെ മുന്നിലൂടെ ആരൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ള സംഭവം നമുക്ക് ഡിറ്റക്ഷനായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഇതിൽ കാണിക്കും. ഇവിടെ കണ്ടോ ട്രൂ ക്ലൗഡ് ഓഫീസ് മോഷൻ ഡിറ്റക്റ്റഡ് ചാനൽ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ക്യാമറയുടെ മുന്നിലൂടെ ആരോ പാസ് ചെയ്തിട്ടുണ്ട് ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് നമ്മുടെ ഫോണിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്യാമറയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ പ്രൊഡക്റ്റ് പർച്ചേസിങ്ങിനോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവർ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.